ഗുഡ് മോർണിംഗ്. കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ മെറ്റീരിയൽസിൽ ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് മെത്തേഡ്, അതായത് ലിഫോ മെത്തേഡിൽ പ്രോബ്ലമാണ് ഈ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. ലിഫോ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെറ്റീരിയൽസ് റിസീവ്ഡ് ലാസ്റ്റ് ആർ ഇഷ്യൂഡ് ഫസ്റ്റ്. ലാസ്റ്റ് റിസീവ് ചെയ്ത മെറ്റീരിയൽസാണ് നമ്മൾ ഫസ്റ്റിൽ ഇഷ്യൂ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഏറ്റവും ലാസ്റ്റ് അതിൻ്റെ പ്രൈസ് എടുക്കുക. അതേപോലെ തന്നെ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് ലാസ്റ്റ് എത്രയാണ് മെറ്റീരിയൽസ് വന്നിട്ടുള്ളത്, ഇപ്പോൾ എത്രയാണ് നമ്മൾക്ക് ഇഷ്യൂ ചെയ്ത് കൊടുക്കേണ്ടത്, അത് ഏതിൽ നിന്നും കൊടുക്കണം. ഈ ലാസ്റ്റ് വന്ന മെറ്റീരിയലിൽ നിന്നും കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഇനി ബാലൻസ് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ തൊട്ട് മുകളിൽ, അതായത് അതിൻ്റെ തൊട്ട് മുൻപ് നമ്മൾക്ക് റിസീവ് ആയിട്ടുള്ള മെറ്റീരിയലിൽ നിന്നും കൊടുക്കണം. അതാണ് ഓൾഡസ്റ്റ് കൺസൈൻമെൻറ്റ് പ്രൈസസ്. സ്റ്റോക്ക് നമ്മൾ ലാസ്റ്റിൽ വന്നിട്ടുള്ള പ്രൈസ് അനുസരിച്ചിട്ടാണ് എന്ത് ഇഷ്യൂ ചെയ്യാറ്, ലിഫോ മെത്തേഡിൽ ഇഷ്യൂ ചെയ്യാറ്. അപ്പോൾ ഫിഫോ മെത്തേഡിൽ ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്, അതായത് ഫസ്റ്റ് റിസീവ് ചെയ്ത മെറ്റീരിയൽസാണ് നമ്മൾ ഫസ്റ്റ് ഇഷ്യൂ ചെയ്ത് കൊടുക്കുന്നത്. ലിഫോ മെത്തേഡിൽ ലാസ്റ്റ് റിസീവ് ചെയ്ത മെറ്റീരിയൽസാണ് നമ്മൾ ഫസ്റ്റിൽ ഇഷ്യൂ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൽ കുറച്ച് അഡ്വാൻറ്റേജൊക്കെ വരുന്നുണ്ട്. ഇഷ്യൂ പ്രൈസ്, ഇപ്പോൾ കറൻറ്റ് പ്രൈസ് തന്നെയുള്ള മെറ്റീരിയൽസ് നമുക്ക് ഇഷ്യൂ ചെയ്ത് കൊടുക്കാം. അതേപോലെ തന്നെ പ്രൈസ് ഇങ്ങനെ ഉയർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണെങ്കിൽ റൈസിങ് പ്രൈസസ്, അതായത് പ്രൈസ് കൂടുന്ന സാഹചര്യത്തിൽ നമുക്ക് ഈ മെത്തേഡാണ് കുറച്ചുകൂടി അപ്ലിക്കബിൾ ആവുക. പിന്നെ ഇത് കുറച്ചും കൂടി സിമ്പിളാണ്, മനസ്സിലാവാനായിട്ട് സിമ്പിളാണ്. മെറ്റീരിയൽസ് നമുക്ക് ആക്ച്വൽ പ്രൈസിൽ ഇഷ്യൂ ചെയ്യാനായിട്ട് സാധിക്കും. ഇതൊക്കെ ലിഫോ മെത്തേഡ്സിൻ്റെ അഡ്വാൻറ്റേജ് ആണ്. ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്ക് ക്ലറിക്കൽ വർക്ക് കുറച്ചും കൂടിയും കൂടുതലായിട്ട് വരാനുള്ള ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ ക്ലോസിംഗ് സ്റ്റോക്കിൽ കറൻറ്റ് മാർക്കറ്റ് കണ്ടീഷൻ റിഫ്ലക്റ്റ് ചെയ്യണമെന്നില്ല. അതായത് ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ മുൻപുള്ള സ്റ്റോക്കാണ് നമ്മളെ കയ്യിൽ വരിക. അപ്പോൾ അതിൽ കറൻറ്റ് മാർക്കറ്റ് പ്രൈസൊന്നും ആ സ്റ്റോക്കിന് ഉണ്ടായിരിക്കില്ല, കാരണം അത് വളരെ മുൻപ് നമ്മൾ റിസീവ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഇനി പ്രൈസ് കുറയുന്ന സാഹചര്യത്തിൽ ഈ മെത്തേഡ് അല്ലെങ്കിൽ ലിഫോ മെത്തേഡ് നമുക്ക് സ്യൂട്ടബിൾ അല്ല. ഇത്രയാണ് ലിഫോ മെത്തേഡിനെ പറ്റി പറയാനുള്ളത്. ഇനി അതിൽ പ്രോബ്ലം നോക്കാം. ക്വസ്റ്റ്യനിൽ പ്രിപ്പയർ സ്റ്റോർസ് ലെഡ്ജർ അക്കൗണ്ട് ബൈ യൂസിങ് ലിഫോ മെത്തേഡ്. ലിഫോ മെത്തേഡിൽ സ്റ്റോർസ് ലെഡ്ജർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാനാണ് പറയുന്നത്. ഓപ്പണിംഗ് സ്റ്റോക്കായിട്ട് നമ്മുടെ കയ്യിൽ 220 യൂണിറ്റ് ഉണ്ട്, 9 രൂപ വെച്ചിട്ട്. പർച്ചേസ് 540 യൂണിറ്റ്സ്, 9.10 ഈച്ച്. പിന്നെ ഇഷ്യൂ വരുന്നുണ്ട് 280 യൂണിറ്റ്സ് ഇഷ്യൂ ചെയ്യണം. വീണ്ടും മാർച്ച് 10 180 യൂണിറ്റ്സ് പർച്ചേസ് ചെയ്തു, 8.90. വീണ്ടും ഇഷ്യൂ 160 യൂണിറ്റ്സ്, പർച്ചേസ്ഡ് 340 യൂണിറ്റ്സ് 19-ാം തീയതി 340 യൂണിറ്റ് പർച്ചേസ് ചെയ്തു, 10 രൂപ 20 പൈസ വെച്ചിട്ട്. ലാസ്റ്റിൽ 26 വീണ്ടും ഇഷ്യൂ ആണ് 200 യൂണിറ്റ്സ് വെച്ചിട്ട്. അപ്പോൾ നമ്മൾ ഇനി ഇത് ലിഫോ മെത്തേഡിലാണ് പ്രിപ്പയർ ചെയ്യാൻ പോണത്. അപ്പോൾ സ്റ്റോർസ് ലെഡ്ജറൊക്കെ ഇപ്പോൾ എല്ലാവർക്കും പരിചയമായിട്ടുണ്ടായിരിക്കും. അതിൻ്റെ കോളങ്ങളൊക്കെ സ്റ്റോർസ് ലെഡ്ജർ ഷീറ്റാണ് ചെയ്യുന്നത്. ലിഫോ മെത്തേഡിലാണ്. നമ്മളുടെ ഡേറ്റിൻ്റെ കോളം കഴിഞ്ഞാൽ 3 മെയിൻ കോളങ്ങൾ റിസീപ്റ്റ്സ്, ഇഷ്യൂ, ബാലൻസ്. എല്ലാ കോളങ്ങൾക്കും സബ് കോളം ക്വാണ്ടിറ്റി, റേറ്റ്, എമൗണ്ട്. അപ്പോൾ ഇനി ആദ്യം നമ്മൾ ഓപ്പണിംഗ് സ്റ്റോക്ക് എഴുതാൻ പോവുകയാണ്. 2021 മാർച്ച് 1 ഓപ്പണിംഗ് സ്റ്റോക്ക് എത്രയാണ്? ഓപ്പണിംഗ് സ്റ്റോക്ക് ബാലൻസിൻ്റെ കോളത്തിൽ 220, റേറ്റ് 9, എമൗണ്ട് വരുന്നത് 1980. ഓപ്പണിംഗ് സ്റ്റോക്ക് എഴുതി. നെക്സ്റ്റ് മാർച്ച് 6 വീണ്ടും പർച്ചേസ് ചെയ്തിട്ടുണ്ട് 540 യൂണിറ്റ്സ്. അപ്പോൾ പർച്ചേസ് നമ്മൾ എഴുതുക റെസീപ്റ്റ്സ് കോളത്തിലാണ്. 540 യൂണിറ്റ്സ് എഴുതി, റേറ്റ് 9.10. അപ്പോൾ ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ എമൗണ്ട് കിട്ടുക 4914. ബാലൻസ് കോളത്തിൽ വീണ്ടും സ്റ്റോക്ക്, അതായത് ഇപ്പോൾ നമ്മളുടെ കയ്യിൽ എന്തൊക്കെ ബാലൻസ് ഉണ്ടെന്ന് എഴുതുകയാണ്. ഫസ്റ്റിൽ 220 യൂണിറ്റ്സ് 9 രൂപ വെച്ചിട്ട് 1980 ഉണ്ട്. സെക്കൻഡിൽ 540 യൂണിറ്റ്സ് 9.10 വെച്ചിട്ട് 4914 ഉണ്ട്. അപ്പോൾ അത്രയും ബാലൻസ് ഇവിടെ കിടക്കുകയാണ്. മാർച്ച് 8 എന്താ ഉണ്ടായത്? മാർച്ച് 8 ഇഷ്യൂ ആണ്, 280 യൂണിറ്റ്സ് ഇഷ്യൂ. അപ്പോൾ 280 യൂണിറ്റ്സ് ഇത് ഏതിൽ നിന്ന് ഇഷ്യൂ ചെയ്ത് കൊടുക്കും? ലാസ്റ്റിൽ സ്റ്റോക്കിൽ നിന്ന്. അതായത് ഇപ്പോൾ നമ്മൾ വാങ്ങിച്ച 540 നിന്നാണ് എന്ത് കൊടുക്കേണ്ടത്? 280 കൊടുക്കേണ്ടത്. അപ്പോൾ 540യുടെ പ്രൈസാണ് എടുക്കേണ്ടത് 9.10, 2548 എമൗണ്ട് വരും. പിന്നെ ബാലൻസ് എന്തൊക്കെ ഉണ്ട്? ഫസ്റ്റിലെ 220 അതേപോലെ കിടക്കുന്നുണ്ട്. ഈ 540യിൽ നിന്ന് 280 മൈനസ് ചെയ്തിട്ട് ബാക്കി 260 ബാലൻസ് കിടക്കുന്നുണ്ട്. 9 രൂപ 10 പൈസ വെച്ചിട്ട് 2366. ഇങ്ങനെയാണ് ലിഫോ ചെയ്യുക. വീണ്ടും 10-ാം തീയതി 180 യൂണിറ്റ്സ് പർച്ചേസ് ചെയ്തു, 8.90 വെച്ചിട്ട് 1602 രൂപ വന്നു. നമ്മൾ ബാലൻസിൻ്റെ കോളം എഴുതുകയാണ്.
220 യൂണിറ്റ്സ് 9 രൂപ വെച്ച് 1980. 540 ബാക്കി നിൽക്കുന്ന 260 9.10 വെച്ചിട്ട് 2366. ബാക്കിയുള്ള 180 യൂണിറ്റ്സ് 8.90 വെച്ചിട്ട് 1600. ബാക്കിയുള്ള 180 പറഞ്ഞാൽ ഇപ്പോഴത്തെ 180 8.90 വെച്ച് 1602. ഇത്രയും ബാലൻസ് നമ്മളുടെ കയ്യിലുണ്ട്. മാർച്ച് 16 എന്ത് ചെയ്തു? വീണ്ടും 160 യൂണിറ്റ്സ് ഇഷ്യൂ ചെയ്തു. ഇത് ഏതിൽ നിന്ന് ഇഷ്യൂ ചെയ്ത് കൊടുക്കണം? ഇപ്പം നമ്മൾ വാങ്ങിച്ചിട്ടുള്ള 180 ഉള്ളിൽ നിന്ന് 160 ഇഷ്യൂ ചെയ്ത് കൊടുക്കണം, ലാസ്റ്റ് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ 160 ആകുമ്പോൾ 180 ഉള്ളിൽ നിന്നാണ് ഇഷ്യൂ ചെയ്യുന്നത്. പ്രൈസ് വരുന്നത് 8.90. അപ്പോൾ 1424. എത്രയൊക്കെ ബാലൻസ് വരും? ഏറ്റവും ഫസ്റ്റ് 220 നമ്മൾ തൊട്ടിട്ടേ ഇല്ല, അതവിടെ കിടക്കുന്നുണ്ട്. 220 × 9 1980. 260 ബാലൻസ് കിടക്കുന്നത് 260 9.10 2366. ഈ 180 നിന്ന് 160 ഇപ്പോൾ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ബാക്കിയുള്ള 20 8.90 വെച്ച് 178. ഇത്രയും ഇപ്പോൾ ബാലൻസ് കിടക്കുന്നുണ്ട്. മാർച്ച് 19 വീണ്ടും പർച്ചേസ് നടന്നു. 340 യൂണിറ്റ് 10 രൂപ 20 പൈസ വെച്ചിട്ട് 3468 എമൗണ്ട് കിട്ടി. ബാലൻസുകൾ നമ്മൾ അതേപോലെ എഴുതുക. 220 ഉണ്ട്, 260 ഉണ്ട്, 20 ഉണ്ട്, 340. അതായത് ഇപ്പോഴത്തെ 340 10 രൂപ 20 പൈസ വെച്ചിട്ട് 3468. അപ്പോൾ ഇത്രയും വന്നു. ഇനി എന്ത് ചെയ്യാണ്? അടുത്തത് ലാസ്റ്റ് ഒരു എൻട്രിയും കൂടിയേ ഉള്ളൂ. 26 എന്താ ഉണ്ടായിട്ടുള്ളത്? ഇഷ്യൂ ആണ്. 200 യൂണിറ്റ്സ് ഇഷ്യൂ പറഞ്ഞു. അപ്പോൾ നമ്മൾ ഇഷ്യൂവിൻ്റെ കുളത്തിൽ 200 യൂണിറ്റ്സ് ഇത് ഏതിൽ നിന്നാണ് ഇഷ്യൂ ചെയ്ത് കൊടുക്കുക? ഇപ്പോൾ ഇതാ ലാസ്റ്റ് നമ്മൾ 340 പർച്ചേസ് ചെയ്തിട്ടില്ല. ആ 340 200 കൊടുക്കണം. 10 രൂപ 20 പൈസ വെച്ചിട്ട് 200 യൂണിറ്റ്സ് കൊടുക്കുമ്പോൾ 2040 എമൗണ്ട് വന്നു. ബാലൻസ് എന്തൊക്കെ വന്നു? 220 യൂണിറ്റ്സ് 9 രൂപ വെച്ചിട്ട് 260 9.10 വെച്ചിട്ട് 28.90 വെച്ചിട്ട് 340 നിന്ന് 200 പോയി. ബാക്കി 140 10 രൂപ 20 പൈസ വെച്ചിട്ട്. അപ്പോൾ ഇത്രയും ബാലൻസുകൾ വന്നു. അതും എഴുതി കഴിഞ്ഞാൽ ആ പ്രോബ്ലം അവിടെ അവസാനിച്ചു. ഇനി ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഇപ്പോഴത്തെ ഈ ലാസ്റ്റ് കോളാണ്. 220 ₹9, 260 9.10, 20 8.90, 140 10.20. അപ്പോൾ ടോട്ടൽ 640 യൂണിറ്റ്സും ഉണ്ട്. അതേപോലെ തന്നെ എമൗണ്ട് വരിക 5952. ഇത്രയാണ് ലിഫോ മെത്തേഡിലെ ആദ്യത്തെ ടൈപ്പ് പ്രോബ്ലം. ഇനി നമ്മൾ ലിഫോ മെത്തേഡ് ചെയ്യാൻ പോവുക. ലിഫോ മെത്തേഡ് ചെയ്യുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങളും കൂടി അപ്ലിക്കബിളാണ്. അതായത് എന്തെങ്കിലും റിട്ടേൺ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മളിവിടെ എഴുതി വെക്കണം. അപ്പോൾ ഇതിൽ പറയുന്നത് പ്രൈസിങ് ഓഫ് റിട്ടേൺസ് ടു സ്റ്റോർസ് അണ്ടർ ലിഫോ മെത്തേഡിൽ നമ്മൾ സ്റ്റോറിലേക്ക് മെറ്റീരിയൽസ് റിട്ടേൺ ആണെങ്കിൽ എന്ത് ചെയ്യുന്നു? അപ്പോൾ മെറ്റീരിയൽസ് റിട്ടേൺ ടു സ്റ്റോർ ഷുഡ് ബി റെക്കോർഡഡ് ഇൻ ദ റെസിപ്റ്റ് കോളം അറ്റ് ദ പ്രൈസ് അറ്റ് വിച്ച് ദേ വെർ ഒറിജിനലി ഇഷ്യൂഡ്. എത്ര രൂപയ്ക്കാണോ അത് ഇഷ്യൂ ചെയ്തിട്ടുള്ളത് ആ പ്രൈസിൽ നമ്മൾ റെസിപ്റ്റ് കോളത്തിലാണത് എഴുതേണ്ടത്. ഇത് ലിഫോ മെത്തേഡിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഇങ്ങനെയാണ്. ഇപ്പോൾ റിട്ടേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂ പർച്ചേസ് പോലെയാണ്. നമ്മൾ ഇതിൽ നെക്സ്റ്റ് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് അത് ന്യൂ പർച്ചേസ് പോലെ കാണിക്കണം. ഇനി പ്രൈസിങ് ഓഫ് റിട്ടേൺസ് ടു വെൻഡർ അണ്ടർ ലിഫോ, നമ്മൾ വെൻഡർക്കാണ് തിരിച്ചു കൊടുക്കുന്നത്. അതായത് റിട്ടേൺ പോണത് വെൻഡർക്കാണ്. ദ മെറ്റീരിയൽസ് റിട്ടേൺ ടു ദ വെൻഡർ ഷുഡ് ബി റെക്കോർഡഡ് ഇഷ്യൂ കോളം. അപ്പോൾ നമ്മൾക്ക് ഇങ്ങോട്ട് തന്ന ആൾക്കാരെ തിരിച്ചു കൊടുക്കുകയാണല്ലോ. അപ്പോൾ ഇഷ്യൂ കോളത്തിലാണ് റെക്കോർഡ് ചെയ്യേണ്ടത്. അറ്റ് ദ പ്രൈസ് ഓഫ് ദ ലേറ്റസ്റ്റ് കൺസൈൻമെൻറ്റ്. പ്രൈസ് ലേറ്റസ്റ്റ് കൺസൈൻമെൻറ്റ് പ്രൈസാണ് കൊടുക്കേണ്ടത്. ആൻഡ് സ്റ്റിൽ ഇൻ സ്റ്റോക്ക്. പ്രൈസ് ഓർ ഡേറ്റ് ഓഫ് പർച്ചേസ് ഈസ് നോട്ട് ഗിവൺ. അങ്ങനെ തന്നിട്ടില്ലെങ്കിലാണ് അത് ചെയ്യേണ്ടത്. പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലാവും. ഇനി ട്രീറ്റ്മെൻറ്റ് ഓഫ് ഷോർട്ടേജ് ഓഫ് മെറ്റീരിയൽ അണ്ടർ ലിഫോ. മെറ്റീരിയൽസിന് ഷോർട്ടേജ് വരികയാണെങ്കിൽ, അപ്പോൾ സ്റ്റോക്ക് വെരിഫിക്കേഷൻ്റെ സമയത്ത് ഷോർട്ടേജ് വന്നു. അതായത് മെറ്റീരിയൽസ് നമുക്ക് കുറച്ച് മെറ്റീരിയൽസ് അവിടെ ഷോർട്ടേജ് ആണ്. ആ സമയത്ത് നമ്മൾ എന്താ ചെയ്യുക? ഷോർട്ടേജ് ഷുഡ് ബി റെക്കോർഡഡ് ഇൻ ദ ഇഷ്യൂ കോളം. ഇഷ്യൂ കോളത്തിൽ ലേറ്റസ്റ്റ് കൺസൈൻമെൻറ്റ് പ്രൈസിൽ നമ്മൾ എന്ത് ചെയ്യും? ഷോർട്ടേജ് കാണിക്കും. അപ്പോൾ സ്റ്റോറിലേക്ക് റിട്ടേൺ ചെയ്യുന്നത് റെസിപ്റ്റ് കോളത്തിൽ ന്യൂ പർച്ചേസ് പോലെ കാണിക്കും. വെൻഡർക്ക് റിട്ടേൺ ചെയ്യുന്നത് ഇഷ്യൂ കോളത്തിലാണ് കാണിക്കുക. ഷോർട്ടേജ് ഓഫ് മെറ്റീരിയലും ഇഷ്യൂ കോളത്തിലാണ് കാണിക്കുക. അത്രയാണ് ഇവിടെ നമുക്ക് ശ്രദ്ധിക്കേണ്ടതുള്ളൂ. അപ്പോൾ ഇതൊക്കെ അനുസരിച്ചിട്ടുള്ളൊരു പ്രോബ്ലമാണ്. ഇപ്പോൾ ക്വസ്റ്റ്യൻ ഓപ്പണിംഗ് ബാലൻസ് 500 kg at ₹30. അതിൽ നിന്നും ഇഷ്യൂ വന്നു 70 kg വന്നു. അടുത്ത ഇഷ്യൂ 100 kg വന്നു. അടുത്ത ഇഷ്യൂ 80 kg വന്നു. ഇതൊക്കെ ഈ 500 കൊടുക്കണം. പിന്നെ റിസീവ്ഡ് ഫ്രം വെൻഡറുടെ കയ്യിൽ നിന്നും റിസീവ് ചെയ്തു 200 kg 28 രൂപ വെച്ചിട്ട്. റീഫണ്ട് ഓഫ് സർപ്ലസ് ഫ്രം എ ഒരു വർക്ക് ഓർഡറിൽ വന്നിട്ടുള്ള സർപ്ലസ് കൂടുതലായിട്ട് വന്നിട്ടുള്ള ഒരു 15 kg റീഫണ്ട് ചെയ്തു 25 രൂപ വെച്ചിട്ട്.
ഇഷ്യൂഡ് 180 kg, റിസീവ്ഡ് ഫ്രം വെൻഡർ 240, വെൻഡറുടെ കയ്യിൽ നിന്നും 240 kg റിസീവ് ചെയ്തു. വീണ്ടും ഇഷ്യൂ വന്നു 304 kg വന്നിട്ടുണ്ട്. റിസീവ്ഡ് ഫ്രം വെൻഡർ 320 kg അറ്റ് ₹25, 320 kg റിസീവ് ചെയ്തിട്ടുണ്ട് വെൻഡറുടെ കയ്യിൽ നിന്ന്. ഇഷ്യൂ 112 kg, റീഫണ്ട് ഓഫ് സർപ്ലസ് ഫ്രം എ വർക്ക് ഓർഡർ 12 kg. അതായത് 16 ജൂണിന് ഇഷ്യൂ ചെയ്തതിൽ നിന്നും കുറച്ച് സർപ്ലസ് ഉണ്ടായിട്ടുണ്ട്, അത് നമുക്ക് തിരിച്ചു തന്നു. റിസീവ്ഡ് ഫ്രം വെൻഡർ 100 kg അറ്റ് ₹24. ഇനി നോക്കുക, ഇഷ്യൂസ് ആർ ടു ബി പ്രൈസ്ഡ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ടിൻ്റെ പ്രിൻസിപ്പിൾ അനുസരിച്ചിട്ടാണ് നമ്മൾ പ്രൈസൊക്കെ കറക്റ്റ് ചെയ്യുന്നത്. ദ സ്റ്റോക്ക് വെരിഫയർ ഓഫ് ദ ഫാക്ടറി നോട്ടഡ് ദാറ്റ് The stock verifier of the factory noted that on 15th he had found a shortage of 10 kg. അതായത് 15-ാം തീയതി ഒരു 10 kgയുടെ ഷോർട്ടേജ് കണ്ടു. ആൻഡ് 27th അനദർ ഷോർട്ടേജ്, 27-ാം തീയതി ഒരു 8 kgയുടെ ഷോർട്ടേജും കണ്ടു. റൈറ്റ് ഔട്ട് ദ കംപ്ലീറ്റ് സ്റ്റോർസ് ലെഡ്ജർ അക്കൗണ്ട് ഇൻ റെസ്പെക്ട് ഓഫ് ദ മെറ്റീരിയൽസ് ഫോർ ജൂൺ 2021. അപ്പോൾ നമ്മളോട് സ്റ്റോർസ് ലെഡ്ജർ പ്രിപ്പയർ ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ ഇത് ലിഫോ മെത്തേഡിലാണ് സ്റ്റോർസ് ലെഡ്ജർ പ്രിപ്പയർ ചെയ്യേണ്ടത്. നമുക്ക് ഫോർമാറ്റൊക്കെ അറിയാം. നമ്മളിവിടെ 2021 ജൂൺ 1 ഓപ്പണിംഗ് ബാലൻസ് എഴുതാൻ പോവുകയാണ്. അപ്പോൾ ഓപ്പണിംഗ് ബാലൻസ് എത്ര തന്നിട്ടുള്ളത്? 500 kg ആണ്. റേറ്റ് 30 രൂപ വെച്ചിട്ട് 15,000. ഇനി 3 അടുപ്പിച്ചുള്ള ഇഷ്യൂകളാണ്. 3-ാം തീയതി 70 kg ഇഷ്യൂ ചെയ്തു, അത് ഇതിൽ തന്നെ 30 രൂപ വെച്ചിട്ട് 2100. അപ്പോൾ ബാക്കി 430 ബാലൻസ് വരും, 12,900. 4-ാം തീയതി വീണ്ടും 100 ഇഷ്യൂ ചെയ്തു, 30 രൂപ വെച്ചിട്ട്, അപ്പോൾ 3000 ബാലൻസ് വന്നു. 430 100 പോയി. വീണ്ടും 8-ാം തീയതി 80 ഇഷ്യൂ ചെയ്തു, 30 രൂപ വെച്ചിട്ട് തന്നെ 2400 എമൗണ്ട്, അപ്പോൾ 330 80 പോയപ്പോൾ 250 ബാലൻസ് വന്നു. അപ്പോൾ 250 ആണ് ഇപ്പോൾ നിലവിൽ ബാലൻസ്. ഇനി 13-ാം തീയതി വീണ്ടും നമുക്ക് വെൻഡറുടെ കയ്യിൽ നിന്നും പർച്ചേസ്, അതായത് റിസീവ്ഡ് ഫ്രം വെൻഡർ പറഞ്ഞാൽ നമ്മൾ പർച്ചേസ് ചെയ്തു 200 യൂണിറ്റ്സ് 28 രൂപ വെച്ചിട്ട് 5600. അപ്പോൾ ഇനി ബാലൻസ് എത്രയാണ്? നേരത്തെ 250 ഉണ്ട്, അതേപോലെ തന്നെ ഇപ്പോഴത്തെ 200 ബാലൻസ് കോളത്തിൽ വന്നു. നെക്സ്റ്റ് 14th 14th റീഫണ്ട് ഓഫ് സർപ്ലസ്, അതായത് നമുക്ക് കൊടുത്തതിൽ നിന്ന് കുറച്ച് ബാക്കി വന്നത് ഇങ്ങോട്ട് തിരിച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 15 ആണ്, 25 രൂപ വെച്ചിട്ട് 375. അപ്പോൾ നമ്മൾ വീണ്ടും ബാലൻസ് എഴുതുമ്പോൾ ആദ്യത്തെ 250 എഴുതി, രണ്ടാമത്തെ 200 എഴുതി, ഇപ്പോൾ റീഫണ്ട് വന്നിട്ടുള്ള 15ഉം എഴുതി, 25 രൂപ വെച്ചിട്ട്. വീണ്ടും 15-ാം തീയതി നമുക്കെന്താണ് 15 ഡേറ്റ്, ഒരു ഷോർട്ടേജ് 16th ഒരു ഷോർട്ടേജ് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതും കൂടി റെക്കോർഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ അവിടെ നോക്കുക, നമ്മളോട് അഡ്ജസ്റ്റ്മെൻറ്റിൽ പറഞ്ഞിട്ടുണ്ട് എന്ത്? ദ സ്റ്റോക്ക് വെരിഫയർ ഓഫ് ദ ഫാക്ടറി നോട്ടഡ് ദാറ്റ് 15th ഒരു 10 kg ഷോർട്ടേജ് ഉണ്ടെന്ന്. അപ്പോൾ നമ്മൾ 15th എഴുതി. നമ്മൾ ഈ മെയിൻ പ്രോബ്ലത്തിലെല്ലാം അഡ്ജസ്റ്റ്മെൻറ്റ് പോലെ ലാസ്റ്റ് തന്നതിൽ ഷോർട്ടേജ് ഇഷ്യൂ കോളത്തിൽ എഴുതി 25 രൂപ വെച്ചിട്ട് 250 രൂപ. അപ്പോൾ ഷോർട്ടേജ് വന്നു കേട്ടോ. ഈ ഷോർട്ടേജ് നമ്മൾ ഇഷ്യൂവിലാണ് എഴുതുന്നത്. അപ്പോൾ നമ്മൾ ഈ ലാസ്റ്റ് കൊടുത്തിട്ടുള്ള ഈ 15-ൽ നിന്നും 10 മൈനസ് ചെയ്യണം. ഏറ്റവും ലാസ്റ്റ് നമുക്കിപ്പോൾ റീഫണ്ട് വന്നതിൽ നിന്ന് ആണ് എടുക്കേണ്ടത്. അപ്പോൾ വീണ്ടും ബാലൻസ് 250 കിടക്കേണ്ടത്, 200 ഈ 15-ൽ നിന്ന് എത്ര പോയി? 10 പോയി, 5 ബാലൻസായി. അതിൻ്റെ പ്രൈസാണ് അവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി നെക്സ്റ്റ് 16-ാം തീയതിയാണ്. 16-ാം തീയതി ഇഷ്യൂ വന്നു. എത്ര യൂണിറ്റ്? 180 kg ഇഷ്യൂ വന്നു. അപ്പോൾ 180 ലാസ്റ്റിൽ ഒരു 5 കിടക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം ആ 5 ഇഷ്യൂ ചെയ്ത് കൊടുത്തു. 5 25 രൂപ വെച്ചിട്ട് 125 വന്നു. അതുകൊണ്ട് മതിയാവില്ല, ബാക്കി 175 kg കൂടി വേണം. അപ്പോൾ മുകളിൽ കിടക്കുന്ന 200-ൽ നിന്ന് നമ്മൾ എന്ത് കൊടുത്തു? 175 കൂടി കൊടുത്തു, 28 രൂപ വെച്ചിട്ട് 4900. അപ്പോൾ ഇനി ബാലൻസ് എന്തൊക്കെ ഉണ്ട്? ആദ്യത്തെ 250 അതേപോലെ കിടക്കുന്നുണ്ട്. 200-ൽ നിന്നും എത്ര പോയി? 175 പോയി. അപ്പോൾ ബാലൻസ് 25 അതേപോലെ തന്നെ കിടക്കുന്നുണ്ട്. അപ്പോൾ 25 × 28 700. ഇനി അടുത്തത് 20-ാം തീയതിയിൽ ട്രാൻസാക്ഷനിൽ 240 യൂണിറ്റ് വെൻഡറുടെ കയ്യിൽ നിന്ന് 26 രൂപ വെച്ച് റിസീവ് ചെയ്തു, 6240. അപ്പോൾ നമ്മൾ ബാലൻസ് എങ്ങനെ എഴുതും? 250 ആദ്യത്തെ അതേപോലെ 25 28 രൂപ വെച്ചിട്ട് ഇപ്പോൾ വന്നിട്ടുള്ള 240 എഴുതി. നെക്സ്റ്റ് വീണ്ടും 24-ാം തീയതി ഇഷ്യൂ ചെയ്തു, 240 യൂണിറ്റ് ഇഷ്യൂ ചെയ്തു.
24 അല്ല 24 304 kg ഇഷ്യൂ ചെയ്യണം. അപ്പോൾ നമ്മൾ ആദ്യം 240 എടുത്തു, 26 വെച്ച് 6 240 കൊടുത്തു. തൊട്ട് മുകളിലുള്ള 25 എടുത്തു, 28 രൂപ വെച്ച് 700 പോരല്ലോ. ഇപ്പോൾ 265 ആയുള്ളൂ, 304 kg വേണം. അപ്പോൾ ഇനി ബാലൻസ് എത്ര വേണം? 39 kg വേണം. അത് നമ്മൾ ഏതിൽ നിന്ന് എടുത്ത് കൊടുക്കണം? ഏറ്റവും ഫസ്റ്റിലുള്ള 250 നിന്ന് എടുത്ത് കൊടുക്കണം. അപ്പോൾ 39 × 30 1170. ഇനി എത്ര ചെയ്യപ്പോൾ ബാലൻസ് എത്ര വരും? ഇനി ആകെ കൂടി ബാലൻസ് കിടക്കുന്നത് ഈ 250 ബാക്കിയുള്ള 211 യൂണിറ്റാണ്. 30 രൂപ വെച്ച് 6 330 മാത്രമാണ് ഇവിടെ ബാലൻസ് കിടക്കണുള്ളൂ. അത്രയായിട്ട് കുറഞ്ഞു. അപ്പോൾ ഇനി 25-ാം തീയതി വീണ്ടും നമ്മൾ റിസീവ് ചെയ്തു 320 യൂണിറ്റ് 25 രൂപ വെച്ചിട്ട് 8000. അപ്പോൾ ബാലൻസ് എത്ര എഴുതും? ഇപ്പോഴത്തെ 211 കിടക്കുന്നുണ്ട്, അല്ല നേരത്തെ ഉള്ള 211 കിടക്കുന്നുണ്ട്, പിന്നെയുള്ള 320 കിടക്കുന്നുണ്ട്. അപ്പോൾ ബാലൻസ് അത്രയും വന്നു. ഇനി 26-ാം തീയതി ഇഷ്യൂ വന്നു, 112 യൂണിറ്റ് ഇഷ്യൂ ചെയ്തു. അത് ഏതിൽ നിന്ന് കൊടുക്കാം? 320 നിന്ന്. അപ്പോൾ 25 രൂപ വെച്ചിട്ട് 112 × 25 2800. ബാലൻസ് എത്ര വന്നു? 211 ആദ്യത്തെ അതേപോലെ കിടക്കുന്നുണ്ട്. ഈ 320 നിന്ന് 112 പോയി, ബാക്കി 208 25 രൂപ വെച്ച് 5200 കിടക്കുന്നുണ്ട്. ഇനി ഷോർട്ടേജ് ഉണ്ട് കേട്ടോ. അടുത്തതിൽ ഷോർട്ടേജ് വരുന്നുണ്ട്. 27-ന് റീഫണ്ടാണ്. അപ്പോൾ റീഫണ്ട് വരുമ്പോൾ നമ്മൾ പർച്ചേസിൻ്റെ കോളത്തിലെഴുതി 12 എത്ര രൂപ വെച്ചിട്ട് 16-ാം തീയതി ഇഷ്യൂ ചെയ്തതാണ്. 16-ാം തീയതി 180 kg ഇഷ്യൂ ചെയ്തില്ലേ? അത് എത്ര രൂപ വെച്ചിട്ടാണ് നമ്മൾ ഇഷ്യൂ ചെയ്തത്? 180 kg. നമ്മളത് ഇഷ്യൂ ചെയ്തിരിക്കുന്നത് 28 രൂപ വെച്ചിട്ടാണ്. ലാസ്റ്റത്തെ കൺസൈൻമെൻറ്റ് പ്രൈസാണ് എടുക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഇതിലാണ് 25 28 വെച്ചിട്ടാണ്. അപ്പോൾ 28 വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ലേറ്റസ്റ്റ് കൺസൈൻമെൻറ്റ് പ്രൈസാണ് എടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? അതിൻ്റെ 28 വെച്ചിട്ട് റീഫണ്ട് ചെയ്തു. അപ്പോൾ 12 റീഫണ്ട് 12 kg. 28 എങ്ങനെയാണ് കിട്ടിയത്? 16-ാം തീയതി ഇഷ്യൂ ചെയ്തതാണ്. 16-ാം തീയതി നമ്മൾ 5 175 ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. 175-ൻ്റെ പ്രൈസ്, അതായത് ലേറ്റസ്റ്റ് അല്ലെങ്കിൽ ലാസ്റ്റിൽ ഇഷ്യൂ ചെയ്തതിൻ്റെ പ്രൈസാണ് എടുക്കേണ്ടത്. അപ്പോൾ 28 രൂപ. അപ്പോൾ 336 കിട്ടി റീഫണ്ട്. അപ്പോൾ ഇതും കൂടി ഇവിടെ ചേർത്ത് എഴുതണം. ഫസ്റ്റിലെ 211 കിടക്കുന്നുണ്ട്, 208 കിടക്കുന്നുണ്ട്, ഇപ്പോൾ വന്നിട്ടുള്ള 12 കിടക്കുന്നുണ്ട്. ഇനി ഇവിടെ തന്നെ എന്തും കൂടി വന്നിട്ടുണ്ടാവും? ഈ കുളത്തിൽ തന്നെ ഒരു ഷോർട്ടേജ് വന്നിട്ടുണ്ട്. 27-ാം തീയതി 27th അനദർ ഷോർട്ടേജ് ഓഫ് 8 kg വന്നിട്ടുണ്ട്. അപ്പോൾ ഷോർട്ടേജ് 8ആണ്. 28 കൺസൈൻമെൻറ്റ് പ്രൈസ് എടുത്തു, 224 വന്നു. അപ്പോൾ ഇനി എത്ര രൂപ ഈ ഷോർട്ടേജ് വരിക? ഇഷ്യൂയിൽ നിന്നാണ്. ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ 12-ൽ നിന്ന് 8 ആയ കാരണം നമ്മൾ ഈ 12-ൽ നിന്ന് എടുത്ത് കൊടുത്ത കാരണമാണ് അവിടെ 28 വന്നത് കേട്ടോ. അപ്പോൾ 211 കിടക്കുന്നുണ്ട്, 208 കിടക്കുന്നുണ്ട്, 12-ൽ നിന്നും 8 പോയി, ബാക്കി എത്രയുള്ളത്? 4 ആയി. അപ്പോൾ ഇനി ലാസ്റ്റ് എന്താ? റിസീവ് ചെയ്തു 28-ാം തീയതി വെൻഡറുടെ കയ്യിൽ നിന്ന് 100 യൂണിറ്റ് 24 രൂപ വെച്ച് 2400. അപ്പോൾ ബാലൻസ് എന്തൊക്കെ വന്നു? 211 × 30 വന്നു, 208 25 വന്നു, 4 × 28 വന്നു. ഇപ്പം നമ്മൾ റിസീവ് ചെയ്ത 100 × 24 2400 വന്നു. ക്ലോസിംഗ് സ്റ്റോക്ക് എങ്ങനെയാണ്? ഇത് തന്നെയാണ് ക്ലോസിംഗ് സ്റ്റോക്ക്. അപ്പോൾ ടോട്ടൽ 523 kg വന്നു. എമൗണ്ട് എത്രയാണ്? 14,042 രൂപ എമൗണ്ടും വന്നു. ഇത്രയാണ് ലിഫോ മെത്തേഡിൽ നമുക്ക് ശ്രദ്ധിച്ചിട്ട് ചെയ്യാനുള്ളത്. അത് ഷോർട്ടേജും റീഫണ്ടും ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് പ്രൈസ് എടുക്കുക എന്നുള്ളത് മാത്രം ഇതിലൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ബാക്കിയൊക്കെ ഓൾറെഡി നമുക്ക് പഠിക്കുന്ന ഭാഗങ്ങളാണ്. ഓക്കെ, താങ്ക് യു.